മോർണിംഗ്. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോവാണ്. എത്ര വർഷത്തിന് ശേഷമാണെന്ന് അറിയാം ഞാൻ കോയമ്പത്തൂർ വന്ന്? 6 വർഷത്തിന് ശേഷം. അപ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ വിചാരിച്ച ടൈമിനേക്കാളും കുറച്ച് വൈകി. ഇനി പോകുമ്പോൾ അറിയാം എത്ര കാറ് തുറന്നിട്ട് ഇതിനകത്ത് നിറച്ച് കൊതുക് കയറിയേക്കും. അപ്പോൾ അതെ, നമ്മൾ പോവാണ്. നമുക്ക് നോക്കാം. രാവിലെ 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇറങ്ങിയപ്പോഴോ 7:30. ഒരു ദിവസം കെട്ടിയവനെ കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് സുഖമായിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. പക്ഷേ പണി കിട്ടിയില്ലേ. 8ന്റെ പണിയില്ല, 16ന്റെ പണി. ഇനിയുള്ള ശ്വാസം മുഴുവൻ പിടിച്ച് ഡ്രൈവ് ചെയ്തിട്ട് വേണം അവിടെ സമയത്തിന് എത്താനായിട്ട്. ഈ ചിരി നോക്കണ്ട കേട്ടോ, അടിച്ചുകൂടി പിരിഞ്ഞിരിക്കുകയാണ്. അതാണ് നിഖിലിൻ്റെ മുഖത്തെ ഇടയ്ക്കൊരു വൈക്ലഭ്യം. നേരം വൈകിയെന്ന് ചൊല്ലി നല്ല അടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചതെല്ലാം കോയമ്പത്തൂരാണ് കേട്ടോ. ഒരുപാട് തവണ ഈ വഴികളിലൂടെയൊക്കെ ഞാൻ ബസ്സിന് വന്നിട്ടുണ്ട്. 5-5.5 മണിക്കൂർ എടുക്കും ബസ്സിന് വീട്ടിലെത്താൻ. പക്ഷെ എന്നാൽ പോലും അതൊരു വൈബായിരുന്നു. അവിടെ നിന്ന് കോളേജ് വിട്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഓട്ടോ, അത് കഴിഞ്ഞ് എങ്ങനെയും ബസ്സിൽ കയറി പിടിക്കുമ്പോൾ സീറ്റേ ഉണ്ടാവില്ല. ചില ദിവസങ്ങളൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർ വരെയൊക്കെ നമ്മൾ നിന്നിട്ട് വന്നിട്ടുണ്ട്. അതിന് തിരക്കായിരിക്കും. അന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നൊക്കെ അറിയാമെങ്കിലും അതെങ്ങനെ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ആരും ബുക്ക് ചെയ്യാൻ പോകാറില്ല. പിന്നെ ഒരു ഗ്യാങ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടായിരുന്നു ഈ ട്രിപ്പ് മൊത്തം പോയിക്കൊണ്ടിരുന്നത്. പട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പോൾ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങുകയും ചെയ്തു. റോഡ് മൊത്തം ട്രാഫിക്. റോഡ് പണി മൊത്തം നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ട്രാഫിക്കായിരുന്നു. ഞങ്ങൾ കുറേ വലഞ്ഞു. നിഖിലിന് എന്തായാലും നല്ല കോളായിരുന്നു. എൻ്റെ ആവശ്യമായിരുന്നല്ലോ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവിടം വരെ സൗകര്യം കൊടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. ഇത് ടൗൺ ഹാളിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറേ തെണ്ടി നടന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് സംഭവങ്ങൾ കിട്ടും. പോത്തീസൊക്കെയാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടുത്തെ അമ്പലങ്ങൾ കണ്ടോ, നല്ല രസമാണ്, കളർഫുള്ളാണ്. പക്ഷെ എനിക്കെന്തോ നാട്ടിലെ അമ്പലമാണ് ഇഷ്ടം. അവിടെ പോയാൽ ആ മനസ്സിന് ആ പോസിറ്റിവിറ്റി ഇങ്ങ് വരുള്ളൂ. ഇവിടെ കയറുമ്പോൾ എനിക്കെന്തോ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. മീൻസ് ലോക്കൽ ഇവിടുത്തെ അമ്പലങ്ങളാട്ടോ. തഞ്ചാവൂർ അമ്പലമൊക്കെ അടിപൊളിയായിരിക്കും. ഇതാണ് എൻ്റെ കോളേജ്. കോളേജിന് മുമ്പിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞതിൽ ഞാനില്ല, കോളേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ ഇവരെ പറയാതിരിക്കും? ഇതാണ് മക്കളെ എൻ്റെ അവസ്ഥ. അങ്ങനെ കോളേജിൽ ചെന്ന് പറഞ്ഞ സമയമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി ഞങ്ങൾ ഇറങ്ങി. കുറച്ചല്ലേ, അപ്പോൾ തന്നെ സമയം 1 മണി ആയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങി 1 മണിക്കൂർ അവിടെ പോസ്റ്റ് ആയേനെ. ലഞ്ച് ബ്രേക്ക് ആവുമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വരുന്ന നോസ്റ്റാളജിക്ക് കോളേജ് ക്യാൻറ്റീനിൽ തന്നെ ഒരു ഫുഡ് കഴിക്കാമെന്ന്. പക്ഷെ നിഖിലിന് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് നൊസ്റ്റാളജി എന്തായാലും വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്യാൻറ്റീനിലേക്ക് നടന്നു. ബാക്കിൽ നിഖിലും ഷുട്ടും കൂടി പയ്യെ വരുന്നുണ്ട്. പണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ തെണ്ടിത്തിരുത്ത് നടന്ന വഴികളാണ്. ഇപ്പോൾ ഹസ്ബൻഡും കുട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഷുട്ടുവിനെ കണ്ടിട്ട് ഫസ്റ്റ് ഇയറിൽ ഒരുപാട് കുട്ടികൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഷുട്ടു എന്തോ ഭയങ്കര കളിയൊക്കെ. കൊറേ നേരം അടുപ്പിച്ച് കാറിൽ കുറച്ച് സ്ഥലം നടക്കാൻ കിട്ടിയപ്പോ ഷുട്ടുവിന്റെ നടപ്പ്. അവൾക്ക് പിന്നെ എവിടെ പോയാലും ഫാൻസ് ആണല്ലോ, അതുകൊണ്ട് ഇവിടെയും കിട്ടി കുറെ ഫാൻസ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീൻ. ഈ കാണുന്നത്, സൈഡിൽ കാണുന്നത് ഞങ്ങളുടെ ലാബാണ് കേട്ടോ. അവിടെയൊക്കെ ഞാൻ കുറേ പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇയർ കുട്ടികളാണ്. അവർ ഷുട്ടുവിന് നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷുട്ടുവിന് വേണ്ടി ഒരു തൈര് സാദവും ഒരു സാദാ സാപ്പാടും വാങ്ങി. ഷുട്ടുവിന് ഇഷ്ടമായിട്ടോ. ഷുട്ടു നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു തൈര് സാദം. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് കുറച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കിയാണ് ഞങ്ങൾ കഴിച്ചത്. എന്തായാലും തമിഴ്നാട്ടിൽ വന്നതല്ലേ, ബിരിയാണി കഴിക്കാന്നുള്ളൊരു ആശ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. നൊസ്റ്റു ആയതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു. എന്നാവട്ടെ ബിരിയാണി ട്രൈ ചെയ്യണം എന്നാണ്. ഇത് ഞങ്ങളുടെ OPയുടെ മുമ്പിലുള്ള പ്ലേ ഏരിയ ആണ്. ഷുട്ടുവിനെ കണ്ടപ്പോൾ തന്നെ കേരളമൊന്നും വാശി. അങ്ങനെ അതിലേക്ക് ഇരുത്തി ഡിഗ്ഗിൽ കറക്കുവാണ്. അവളുടെ എക്സ്പ്രഷൻ കണ്ടോ, ഭയങ്കര ഹാപ്പിയായിരുന്നു. അവിടെ നിന്ന് പോരുന്നേ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അതാ കോളേജിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റുഡിയോ പോയിട്ട് അവിടെ ഒരു ചായക്കട പോലും ഉണ്ടായിരുന്നില്ല. ഒരു ചായക്കടയ്ക്ക് ഞങ്ങളൊന്ന് നടക്കണം. ഇവിടെ തരിശ് ഭൂമിയായിരുന്നു. ഇപ്പോൾ സ്റ്റുഡിയോ എന്താ പിള്ളേരുടെ ഒരു ലക്ക്. അവിടെ കയറി എനിക്ക് ചേരാത്ത കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. ഇത് കാരണം ഞാൻ എടുത്തിട്ടോ. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും.
അങ്ങനെ ഇതിലൊരു ഡ്രസ്സ് ഞാൻ എടുത്തു, കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ബില്ലടിക്കാൻ ചെന്നപ്പോൾ നിഖിൽ പറയാണ്, എടി ഷഡ്ഡിക്ക് ഓഫർ, ഷഡ്ഡിക്ക് ഓഫറോ, ഓഫർ ഉണ്ടെങ്കിൽ മലയാളി കയറുമല്ലോ. ഞങ്ങളും കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബിരിയാണി കിട്ടണം. സമയം 2:26. കോയമ്പത്തൂരിൽ നിന്ന് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹവുമായി 2:30 ബിരിയാണി കിട്ടും. 3 മണിക്കുള്ളിൽ എവിടെ കിട്ടില്ലയോ, ഞങ്ങള് ദൈവം സഹായിച്ച് വഴിയിലൊന്നും ഒരു ആൾക്ക് കണ്ണു കാണാത്തതാണോ അതോ അവിടെ ബിരിയാണി ഇല്ലാത്തതാണോ എന്ന് ദൈവത്തിനറിയാം. അങ്ങനെ അവസാനം വലിപ്പത്തിൽ മാത്രമല്ല കോസ്റ്റും അത്യാവശ്യത്തിലധികം തന്നെ കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ഇതിനു വേണ്ടി നമുക്ക് കോയമ്പത്തൂർ വരാൻ പറ്റില്ല. ചേട്ടനെ മയക്കി പുറത്ത് ചാടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത ബിരിയാണി എന്ന് പറയാനായിട്ട് ഒരു മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്. മട്ടൻ ബിരിയാണിക്ക് 300 രൂപ, ചിക്കൻ ബിരിയാണിക്ക് 175 രൂപ. ഇതൊന്നുമല്ല രസം. ഇത് കഴിഞ്ഞ് ബിരിയാണി വന്നപ്പോഴാണ് മോനെ ഞങ്ങൾ ഞെട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല, ലുക്കൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ അതിന് സൈഡ് ഡിഷ് തന്നെ ഈ കറി നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മുരിങ്ങക്കായും കറി, ഇനി അവർ പ്രാവശ്യം ചോദിച്ചു നോക്കി, ചേട്ടാ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, സാമ്പാറും ചോറും അല്ല ബിരിയാണി കൊല്ലാമോ നോക്കി. പക്ഷെ പുള്ളി പറഞ്ഞു ഇത് അടിപൊളി കോമ്പിനേഷനാണ്. പക്ഷെ എനിക്കിഷ്ടായിട്ടോ, എനിക്കിഷ്ടായില്ല. ബിരിയാണി ചിക്കൻ സാലഡ് കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഷുട്ട് കുറച്ച് ബിരിയാണി കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ 65 ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതായിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കോയമ്പത്തൂർ ബിരിയാണി, അതായത് തമിഴ്നാട് ബിരിയാണി എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഞങ്ങളിവിടെ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിക്കൻ 65, മട്ടൻ ബിരിയാണി, സാലഡൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ സ്വർഗം മാമ സ്വർഗം, അടിപൊളി. കഴിച്ചു തീർത്തിട്ടില്ല. അതാണ് നമ്മുടെ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും കട്ടൻ ചായയും പരിപ്പോടെയൊക്കെയാണ് വികാരമെങ്കിൽ, തമിഴ്നാട്ടിൽ ചെന്നാൽ എനിക്ക് തമിഴ്നാട് ബിരിയാണി ഒരു വികാരമാണ്. അതിൻ്റെ ടേസ്റ്റ് പണ്ട് ചെന്ന് കയറിയ സമയത്തൊന്നും എനിക്കത് കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. പിന്നെ കഴിച്ച് അതിനൊരടുമയും കുറച്ച് കുസ്കയും മട്ടൻ ചുക്കയും ഒരു പുഴുങ്ങിയ മുട്ടയും 2 ചിക്കൻ 65 പീസും. ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അത് കറക്റ്റ് 1 മണിയാകുമ്പോൾ അവർ വരും. അവിടെ നിന്ന് അത് വാങ്ങി കഴിക്കുമ്പോൾ അന്നത്തെ പോക്കറ്റ് മണി അനുസരിച്ച് 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചാലായി. അതുകൊണ്ടാണോ എന്നറിയില്ല, അതിന് വല്ലാത്തൊരു വൈബായിരുന്നു. ബിരിയാണി കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു 2 പേർക്കും. ഞാനും ഷുട്ടും ചെറുതായിട്ടൊന്ന് മയങ്ങി. നിഖിലിന് ഉറക്കം സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു കൊക്കക്കോള വാങ്ങാൻ പോയതാണ്. റെഡ് ബുള്ള് കിട്ടിയില്ല അത്രേ. അങ്ങനെ കൊക്കക്കോളയും വാങ്ങി നിഖില് വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെടാ നീ, എവിടെ? ദാ വരുന്നു. ഇതാണ് എൻ്റെ കൊക്കക്കോള കെട്ടിയോൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കൊക്കക്കോളയെ കുടിച്ച് ഞങ്ങൾ കുറേ സംസാരിച്ച് പിന്നെ പോന്നു. പിന്നെ ഞാൻ ഉറങ്ങാൻ നിന്നില്ല. അങ്ങനെ കുറെ ടോളിന് നല്ല ടോൾ കിട്ടോ, ഇഷ്ടംപോലെ ടോൾ ഉണ്ട് കോയമ്പത്തൂർ. എനിക്കൊന്ന് മുമ്പൊക്കെ ഞാൻ പോകുമ്പോൾ ഇത്ര ടോൾ ഉണ്ടായില്ല തോന്നുന്നു. ഇപ്പൊ ഒരുപാട് ടോളൊക്കെ അങ്ങനെ ടോളൊക്കെ കഴിഞ്ഞ് വിട്ട് പോകുന്നു. അവസാനം തൃശ്ശൂര് കഴിഞ്ഞപ്പോഴാണ് കോയമ്പത്തൂര് ചെന്നപ്പോഴാണ് എനിക്ക് മലയാളത്തിന്റെ കേരളത്തിന്റെ മഴയുടെയും അരുമ മനസ്സിലായെന്ന് പറയില്ലേ. അതൊരു വല്ലാത്ത നല്ല ചൂടാട്ടോ. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് മഴയുടെ ഒരു പോകുമ്പോ ഇടിച്ച് പിരിഞ്ഞാണ് ഞങ്ങൾ പോയതെങ്കിലും വരുമ്പോ ഞങ്ങൾ വൈബായിട്ടാട്ടോ വന്നത്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂരൊക്കെ നല്ല മഴ കിട്ടും. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അത് കണ്ടപ്പോ തന്നെ മറ്റേ ആ വൈബടി. നമുക്ക് ഇത്രയും നേരം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ കടന്നപ്പോഴാണ് നമുക്ക് മഴ കിട്ടിയത് അല്ലേ. ടയർഡായിട്ടില്ല. കോയമ്പത്തൂരത്ത് എന്തൊരു ചൂടായിരുന്നു. ഭക്ഷണവും കഴിച്ചു മഴയത്തെ കൂളിംഗ് ഗ്ലാസ് വെച്ച് വൈബ് ചെയ്യുന്ന കണ്ടുപൊട്ടനായ പോയെങ്കിലും അവിടെ വെട്ടിയിട്ട വാഴത്തട്ട് പോലെ കൂളിംഗ് ഗ്ലാസ് വേടാ. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഔട്ട്റോ ഇല്ല. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ നശിപ്പിച്ച് കളയണം കേട്ടോ പെട്ടെന്ന്. താങ്ക് യു. കൂളിംഗ് ഗ്ലാസ്
എത്ര കുഞ്ഞു ബാബ